വെൽക്കം ടു ഫ്രണ്ട്ലി PSC. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് സിലബസിൽ പറയുന്ന 5ാമത്തെ പാർട്ടിൽ പറയുന്ന കേരളത്തിന്റെ ഫാക്ട്സിൽ മത്സ്യബന്ധനമാണ് നോക്കുന്നത്. അപ്പോൾ മത്സ്യബന്ധനത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSC ചാനലിന്റെ ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരളത്തിലെ മത്സ്യബന്ധനം. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ ഫിഷറീസ് മിനിസ്റ്റർ ആരാണ്? ജെ മെഴ്സിക്കുട്ടി അമ്മയാണ്. കേരളത്തിലെ ഫിഷറീസ് മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ളത് ഏത് ജില്ലയ്ക്കാണ്? ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണ്. അപ്പോൾ കണ്ണത്താ ദൂരത്തോളം കടൽ തീരം എന്നുള്ള രീതിയിൽ കണ്ണൂർ ഓർത്തു വയ്ക്കുക കേട്ടോ. അതുപോലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലത്താണ്. കൊച്ചു കടൽ തീരമാണെന്ന് ഓർക്കുക. അപ്പൊ കണ്ണത്താ ദൂരത്തോളം കടൽ തീരം എന്നുള്ള രീതിയിൽ കണ്ണൂരും കൊച്ച് എന്നുള്ളതിൽ കൊല്ലവും ഓർത്തു വയ്ക്കുക. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ള താലൂക്ക്. അപ്പൊ നീളമുള്ള കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക്, ഞങ്ങളുടെ താലൂക്കാണ്. ഏതാണ്? ചേർത്തല താലൂക്കാണ്. അപ്പോൾ ഏറ്റവും നീളമുള്ള കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്ക്. അതുപോലെ കേരളത്തിലെ ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങൾ തുമ്പോളി കടപ്പുറവും അതുപോലെ പുറക്കാടുമാണ്. പുറക്കാട് കടപ്പുറം അതുപോലെ തുമ്പോളി കടപ്പുറം. അപ്പൊ കേരളത്തിലെ ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള 2 സ്ഥലങ്ങൾ തുമ്പോളിയും പുറക്കാടുമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1966. ഫിഷറീസ് 66. അതുപോലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മത്സ്യഫെഡാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ ആയിട്ട് പറയുന്നത് ഏതാണ്? മത്സ്യഫെഡാണ്. അതുപോലെ മത്സ്യഫെഡിന്റെ ഉൽപ്പന്നങ്ങൾക്ക് എന്താ പറയാ? മത്സ്യഫെഡിന്റെ ഉൽപ്പന്നങ്ങൾ ന്യൂട്രി ഫിഷ് ആണ് കേട്ടോ. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ് ആണ്. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ്. അതുപോലെ കേരള തീരത്ത് നിന്ന് സുലഭമായി ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. അപ്പൊ കേരള തീരത്ത് ഏറ്റവും സുലഭമായി ലഭിക്കുന്നത് ഏതാണ്? മത്തിയാണ് അല്ലെ? മത്തി. അപ്പൊ മത്തിയുടെ ശാസ്ത്രീയ നാമം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ സാർഡിനെല്ല ലോഞ്ചിസെപ്സ് ആണ് മത്തിയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ സാധാരണക്കാരന്റെ മത്സ്യം എന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ എന്നുള്ളതിൽ നിന്ന് സാർഡിനെല്ല, പിന്നെ സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സാധാരണ നീളമുള്ള സാധാരണ ലോങ് ആയിട്ടുള്ള ഒരു മത്സ്യം, സാധാരണ നീളം അത്ര വലിയ ഒന്നുമല്ല, സാധാരണ ലോങ് ആയിട്ടുള്ള മീൻ എന്നുള്ള രീതിയിൽ സാർഡിനെല്ല ലോഞ്ചിസെപ്സ്. ലോങ് സാർഡിനെല്ല, സാധാരണ ലോങ് ലിങ്ക് ചെയ്തിട്ട് ഓർക്കുക കേട്ടോ. പിന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? അത് ചെമ്മീനാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചോദിച്ചാൽ ചെമ്മീനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം, അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ചോദിച്ചാലും ഏതാണ്? മിസ് കേരളയാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും അതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതും ഏതാണ്? മിസ് കേരളയാണ്. അലങ്കാര മത്സ്യം ചോദിച്ചാൽ മിസ് കേരളയും സാധാരണ മത്സ്യം ചോദിച്ചാൽ ചെമ്മീനുമാണ് ഉത്തരം. അടുത്ത പ്രധാന ഒരു ചോദ്യമാണ്, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളം കരിമീൻ. അപ്പോൾ കരിമീന്റെ ശാസ്ത്രീയ നാമവും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കണം. PYQ ആണ്. കരിമീന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എട്രോപ്ലസ് സുറാൻറ്റൻസിസ്. അപ്പോൾ പ്ലസ് വെച്ചിട്ട് ആലോചിക്കുക. കരിമീൻ നല്ല ടേസ്റ്റ് ആണ്, പിന്നെ വിലയും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ പ്ലസ് വെച്ചിട്ട് എട്രോപ്ലസ് വെച്ചിട്ട് ആലോചിക്കുക. പിന്നെ അടുത്തൊരു PYQ ആണ്, അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ്? അക്വാട്ടിക് ചിക്കൻ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിക്കൻ വളർത്തത്തില്ലേ, അപ്പോൾ ഇറച്ചിക്കായിട്ട് ചിക്കൻ വളർത്തും. അപ്പോൾ അതുപോലെ ധാരാളം മാംസമുള്ള, പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് പെട്ടെന്ന് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഏത്? സിലോപ്പിയ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. തിലോപ്പിയ കേട്ടോ, തിലോപ്പിയ. അപ്പൊ തിലോപ്പിയ ആണ് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ചിക്കൻ വളർത്തുന്ന പോലെ പെട്ടെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്ത് കൂടുതൽ എമൗണ്ട് നല്ല വലുപ്പത്തിൽ നല്ല ഭാരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ തിലോപ്പിയ, അക്വാട്ടിക് ചിക്കൻ തിലോപ്പിയ. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല.
അപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിലും അവര് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്കാണ് പോകണത്. ഇപ്പൊ ആലപ്പുഴ എൻ്റെ നാടാണ്, അപ്പൊ കയറിന്റെ ജോലിയുണ്ട്, അതുപോലെ പല പല ജോലികൾക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ കടലിനെ ആശ്രയിച്ച് കഴിയുന്നവര് എമൗണ്ട് കുറവാണ്. അപ്പോൾ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. എൻ്റെ ജില്ലയാണ് ആലപ്പുഴ, ഓർത്തു വയ്ക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയായ ആലപ്പുഴയിലാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്നത് എവിടാണ്? മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ്. അടുത്തത് സമുദ്ര മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള ജില്ല. സമുദ്ര മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ്. തൊട്ടുപുറകെ തിരുവനന്തപുരവും എറണാകുളവും ഉണ്ട്. കൊല്ലത്താണ് സമുദ്രതീരം ഏറ്റവും കുറഞ്ഞ ജില്ല. അപ്പൊ സമുദ്രതീരം ഏറ്റവും കുറഞ്ഞ ജില്ലയും കൊല്ലമാണ്. എന്നാൽ സമുദ്ര മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടിയ ജില്ല കൊല്ലമാണ്. അത് ഓർത്തു വയ്ക്കുക. അപ്പൊ കുറച്ച് തീരം ഉള്ളെങ്കിൽ അവിടുന്ന് കൂടുതൽ മത്സ്യം അവർക്ക് ലഭിക്കുന്നുണ്ടെന്നൊന്നും ഓർത്തു വെച്ചേക്കുക. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, നീണ്ടകര ഹാർബർ. അപ്പോൾ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ് നീണ്ടകര ഹാർബർ. അപ്പൊ നീണ്ടകര ഹാർബറുമായിട്ട് അന്ന് നിർമ്മിക്കാനായിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം PSC എപ്പോഴും ചോദിക്കും നോർവേ ആണ് കേട്ടോ. അപ്പൊ നീണ്ടകര നല്ല നേരെയുള്ള ആണെന്ന് അങ്ങ് ഓർത്താൽ മതി. അപ്പൊ നോർവേ നേരെയുള്ള നീണ്ടകര ഹാർബർ നേരെയാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ നേരെ വെച്ചിട്ട് നോർവേ ഓർക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് 1953 കേട്ടോ. ഇൻഡോ നോർവേജിയൻ പ്രോജക്റ്റ് നീണ്ടകര ഹാർബർ 1953 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ സമുദ്രതീരം കുറവുള്ളത് കൊല്ലം ഓർത്തു വയ്ക്കുക. ഇനി അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി സമുദ്രം പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടാണ്? അത് എറണാകുളത്താണ്. ഇപ്പൊ കടലിലെ അല്ലാത്ത മീനുകളൊക്കെ ഇല്ലേ, ഇപ്പൊ കാരി, വരാല്, ചെമ്പല്ലി അതുപോലത്തെയൊക്കെ മീനുകൾ, അപ്പൊ അതൊക്കെ കൂടുതലുള്ള അല്ലെങ്കിൽ അത് പിടിക്കുന്ന തൊഴിലാളികളെയാണ് നമ്മൾ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയാം. അപ്പൊ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. അതുപോലെ നമ്മൾ ഈ ഫ്ലാറ്റിന്റെ കാര്യം പഠിച്ചില്ലേ, അത് കറണ്ട് അഫയർ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിലവിൽ വരുന്നത് ആലപ്പുഴയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അപ്പൊ കുഫോസിന്റെ ആസ്ഥാനം എവിടാണ്? പനങ്ങാടാണ്. പനങ്ങാട് കൊച്ചി. പനങ്ങാടിലാണ് കുഫോസിന്റെ ആസ്ഥാനം. കുഫോസ് പനങ്ങാട്, ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം, CMFRI സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അത് സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിലാണ്. അപ്പോൾ കേന്ദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിലാണ്. അടുത്തത്, കേരളത്തിലെ ഫസ്റ്റ് സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരൂരാണ്. അരൂര് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരൂരാണ്. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അടുത്തത്, കേരളത്തിലെ തീരപ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം. അപ്പോൾ കേരളത്തിലെ തീരമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, തീരപ്രദേശത്തെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ആർക്ക് വേണ്ടിയിട്ട്? വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സംസ്ഥാനത്തെ തീരപ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ട് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. അപ്പൊ സ്വയം തൊഴിൽ പദ്ധതി വനിതകൾക്ക്, വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് തീരമൈത്രി. തീരമൈത്രി.
അടുത്തത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പുനർഗേഹം പദ്ധതി. പുനർഗേഹം പദ്ധതി പുനരധിവാസ പദ്ധതിയാണ്. അതായത് കടൽ തീരത്ത് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. അപ്പോൾ കടൽ തീരത്ത് നിന്ന് 50 മീറ്റർ അകലെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ് പുനർഗേഹം പദ്ധതി. അടുത്തത് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ സാഗർ റാണി. എന്തിനായിട്ടാണ്? അത് ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കീഴിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ റാണി. അമോണിയയും ഫോമാലിനും ഒക്കെ യൂസ് ചെയ്തിട്ട് സംഭരിച്ചു വെക്കുന്ന മത്സ്യം, അപ്പൊ അത് ഭക്ഷ്യയോഗ്യമല്ല. അപ്പൊ അത് കണ്ടെത്താനായിട്ട് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കീഴിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ റാണി. ഓപ്പറേഷൻ സാഗർ റാണി. അടുത്തത് CIF ടെസ്റ്റ് കിറ്റ്. അപ്പൊ CIF ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് മത്സ്യത്തിലെ മായം കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റും CIFTയും വെച്ചെടുത്ത ഒരു കിറ്റിന്റെ പേരാണ് ടെസ്റ്റ് കിറ്റ്. അപ്പൊ ടെസ്റ്റ് കിറ്റിന്റെ പേരാണ് CIF ടെസ്റ്റ് കിറ്റ്. കേരള ഗവൺമെന്റും CIFTയും ചേർന്ന് നടപ്പിലാക്കി. അപ്പൊ CIFT സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി. അതുപോലെ CIFT വികസിപ്പിച്ചെടുത്ത ഒരു റാപ്പിഡ് കിറ്റ് ഉണ്ട്. അപ്പോൾ ഫിഷില് അമോണിയ, ഫോമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് പെട്ടെന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു റാപ്പിഡ് കിറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ CIFTയുടെ റാപ്പിഡ് കിറ്റിന്റെ പേരാണ് ചെക്ക് ആൻഡ് ഈറ്റ്. ചെക്ക് ആൻഡ് ഈറ്റ്. അപ്പോൾ CIFT വികസിപ്പിച്ചെടുത്ത റാപ്പിഡ് കിറ്റിന്റെ പേര് ചെക്ക് ആൻഡ് ഈറ്റ്. അതും ഓർത്തു വയ്ക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഇനി അടുത്തത് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികളാണ്. അപ്പൊ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പദ്ധതികൾ, അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. മാതൃകാ മത്സ്യഗ്രാമം. അപ്പൊ നമ്മൾ ഓൾറെഡി മാതൃകാ മത്സ്യഗ്രാമം കുമ്പളങ്ങിയാണെന്ന് പറഞ്ഞു. അതുപോലെ കുമ്പളങ്ങി എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഓക്കെ. അപ്പൊ മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും ആ പദ്ധതി? മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായിരിക്കുമല്ലോ. പേരിൽ നിന്ന് തന്നെ കിട്ടും. മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറയുന്ന പദ്ധതി മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അടുത്തത് ഒരു നെല്ലും ഒരു മീനും. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. അടുത്തത് മുറ്റത്തൊരു മീൻതോട്ടം. മുറ്റത്തൊരു മീൻതോട്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് സാധാരണ നമ്മള് പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ, ജൈവ കൃഷി പോലെ മത്സ്യകൃഷി ജനങ്ങളിലേക്ക് ജനകീയമാക്കുന്ന, അല്ലെ, ജനങ്ങളിൽ കൂടുതൽ പോപ്പുലർ ആക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ മുറ്റത്തൊരു മീൻതോട്ടം എന്ന് പറയുമ്പോൾ ഇപ്പൊ മുറ്റത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ മുറ്റത്ത് മത്സ്യകൃഷിയും കൂടെ പ്രോത്സാഹിപ്പിക്കാൻ, മത്സ്യകൃഷി ജനകീയമാക്കാനായിട്ട് തുടങ്ങിയ ഫിഷറീസിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. അപ്പൊ ഇത്രയാണ് നമ്മള് മത്സ്യബന്ധനം, ഇപ്പൊ കേരളത്തിലെ മത്സ്യബന്ധന ഒരു ഭാഗത്ത് പഠിക്കുന്ന പ്രധാന പോയിന്റ്സുകൾ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അതുപോലെ ഞാൻ അൺഅക്കാദമി കേരള PSCയിൽ ഒരു എഡ്യൂക്കേറ്ററും കൂടാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആര്യാജി എന്ന് സെർച്ച് ചെയ്താൽ അൺഅക്കാദമിയിലും കിട്ടും. അതുപോലെ ഫ്രണ്ട്ലി PSC 10 എന്ന നമ്മുടെ ചാനൽ റെഫറൽ കോഡ് നിങ്ങൾക്ക് അൺഅക്കാദമിയിലെ കോഴ്സ് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ടിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്തത് ഫ്രണ്ട്ലി PSC 10 എന്ന നമ്മളുടെ ചാനലിന്റെ റെഫറൽ കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അൺഅക്കാദമിയിലെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് പറയാം. അൺഅക്കാദമി എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കായിട്ടുള്ള ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ധാരാളം ഫ്രീ ക്ലാസ്സുകൾ, അതുപോലെ ഫ്രീ എക്സാംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പരീക്ഷകളുടെ സിലബസ് ആസ്പദമാക്കിയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിന് ഫീസും ഉണ്ടാവും. അപ്പൊ അത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ ഫീസിന് 10% റിഡക്ഷൻ കിട്ടാനായിട്ടാണ് ഫ്രണ്ട്ലി PSC 10 എന്ന നമ്മുടെ ചാനൽ റെഫറൽ കോഡ് യൂസ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് അൺഅക്കാദമിയിലെ വിവിധ കോഴ്സുകൾ നോക്കാം. ഇപ്പോൾ പ്രിലിമിനറി എക്സാം ആണ് മുന്നിലുള്ളത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ധാരാളം കോഴ്സുകൾ അൺഅക്കാദമി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ LP UP എക്സാം ഡിക്ലെയർ ആയി. അപ്പോൾ LP UP എക്സാമിന്റെ പുതിയ ബാച്ചാണിത്. ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ബയോളജിയും ഫിസിക്സും ആണ് എടുക്കുന്നത്. രാവിലെ 8 മണിക്കാണ് നമ്മുടെ ക്ലാസ്. സിലബസ് ആസ്പദമാക്കിയിട്ടുള്ള പ്ലസ് കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറയാണ്. ഇത് പുതിയ ഫീസ് സ്ട്രക്ചർ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പഴയ ഫീസ് സ്ട്രക്ചർ ആണ്. അത് ഇതിലും കുറവായിരുന്നു. ഇപ്പോഴത്തെ ഫീസ് സ്ട്രക്ചർ 1 മന്ത് 1700 ആണ്. അത് നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ 1530 ആയിട്ട് കുറയും. 3 മാസത്തേക്ക് 4250, നമ്മുടെ റെഫറൽ കോഡിന് ശേഷം 3825 ആയിട്ട് കുറയും. 6 മാസം 7650, അത് 6885 ആയിട്ട്. 12 മാസം
ഒരു വർഷത്തേക്ക് 9350, അത് 8415 കുറയും. 24 മാസം 2 വർഷത്തേക്ക് 13600 അത് 12240 കുറയും. അപ്പൊ ഈ 10% ഡിസ്കൗണ്ട് കിട്ടാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാനലിന്റെ കോഡ് ഫ്രണ്ട്ലി PC10 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഏത് മാസത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നത്? ഇപ്പൊ ഒരു മാസത്തേക്കാണെങ്കിൽ ഒരു മാസത്തേക്ക് കേരള PSCയുടെ കീഴിലുള്ള എല്ലാ കോഴ്സുകളും എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തിട്ടിട്ടുള്ളതും പണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ക്ലാസ്സുകളുമാണ്. ഒരു കോഴ്സിനായിട്ടല്ല, ഇന്ന ബാച്ചിൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കോഴ്സിനായിട്ടല്ല, എല്ലാ കോഴ്സുകളും പണ്ട് മുതലേ ഉള്ള എല്ലാ കോഴ്സുകളും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നതുമായിട്ടുള്ള കേരള PSCക്ക് കീഴിലുള്ള എല്ലാ കോഴ്സുകൾക്കുമായിട്ടാണ്. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലസ് സബ്സ്ക്രിപ്ഷനും എടുക്കുക.